പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളുടെ ഫോക്കസ് എപ്പോഴും ഇഞ്ചുറി പ്രിവെൻഷൻ ആയിരിക്കണം. നമുക്കൊരു ഇഞ്ചുറി വരാതെ നമ്മൾ നോക്കുക. അവർക്കൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാലും അവരത് കെയർ ചെയ്യാണ്ട് തന്നെ പെർഫോമൻസ് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട്. ധാരാളമുണ്ട്. കാരണം ഇപ്പോൾ പ്രോഗ്രാം സീസണിന്റെ പീക്കിലൊക്കെ വരുമ്പം അവർക്ക് ചിലപ്പം അവർ ഏറ്റ പരിപാടികൾക്ക് പോകാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഡാൻസറിനെ പറയാം. ഒരു ഡാൻസർ ആണെങ്കിൽ അവർക്ക് നീ ഇഞ്ചുറിക്ക് സാധ്യത എപ്പോഴും കൂടുതലാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പം നമ്മുടെ അവിടെ വരുമ്പോൾ നമ്മൾ പെർഫോമിംഗ് ആർട്ടിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവരോട് പറയാം, അവർ ആദ്യം ഒന്ന് അസസ് ചെയ്യും മസിൽ സ്ട്രെങ്ത് എങ്ങനെയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ പെർഫോമൻസിൽ മാത്രമാണ് മിക്കവരും ഫോക്കസ് ചെയ്യണത്. സ്ട്രെങ്തനിങ്ങിൽ ഫോക്കസ് കുറവാണ്. പുറമേ രാജ്യത്ത് അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ ഡാൻസർ ആണെങ്കിലും അവരെ വെയിറ്റ് ട്രെയിനിങ് അടക്കമുള്ള സ്ട്രെങ്തനിങ് എക്സസൈസസും കൂടി അവരുടെ പെർഫോമൻസിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ അത് വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് വെയിറ്റ് കൂടുതലുള്ള ഡാൻസേഴ്സ് ഉണ്ട്, വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഡാൻസേഴ്സ് ഉണ്ട്, വളരെ ലീൻ ആയിട്ടുള്ള ഡാൻസേഴ്സ് ഉണ്ട്. മസിൽ സ്ട്രെങ്ത് അസസ് ചെയ്തിട്ട് അവർക്ക് ആദ്യം തന്നെ അവർക്കൊരു ഇഞ്ചുറി പ്രിവെൻഷൻ എന്നുള്ളൊരു അവയർനെസ് കൊടുക്കും. നിങ്ങളുടെ ഇങ്ങനെ ഇഞ്ചുറി, നിങ്ങളുടെ മസിൽ ടോൺ ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, ട്രീറ്റ്മെൻറ്റ്സ് വേണോ അതോ നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതിയോ എന്നുള്ളൊരു ഗൈഡൻസ് കൊടുക്കും. അഥവാ ഇഞ്ചുറി ആയിട്ട് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ചെയ്യുക അവർക്ക് നേരെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുക. സർജറി വേണ്ടാത്ത കേസസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 5 to 7 days ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവർക്ക് കംപ്ലീറ്റ് റിക്കവറി വരെ നമുക്ക് നൽകാൻ പറ്റും. ആഫ്റ്റർ റിക്കവറി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവരായിട്ട് ശ്രദ്ധിക്കേണ്ടി വരിക? അവരുടെ ഡയറ്റ് ശ്രദ്ധിക്കണം, എക്സസൈസ് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ബോഡിയെ പറ്റി വളരെ കോൺഷ്യസ് ആയിരിക്കണം. ഒരു പോയിന്റിൽ അവർക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അവെയർ ആയിട്ട് അതിനെ അപ്പം തന്നെ അഡ്രസ്സ് ചെയ്യുക. പിന്നത്തേക്ക് വെക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നത്.